പേര് സരിക കൃഷ്ണ. ഞാൻ മഞ്ചേരി എയ്സിൽ PSC ഉദ്യോഗാർത്ഥിയാണ്. ഇപ്പോൾ കഴിഞ്ഞ WCPO സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റിൽ എനിക്ക് 304 റാങ്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, PSCയെ സംബന്ധിച്ച് ഞാൻ PSC ഫീൽഡിലേക്ക് തിരിയണമെന്ന് വിചാരിച്ച ആളെ അല്ലായിരുന്നു. കൊറോണ ടൈമിലാണ് എൻ്റെ BEd കഴിയുന്നത്. അപ്പോൾ BEd കഴിഞ്ഞതിന് ശേഷം പിന്നെ കൊറോണ ഒരു 2 വർഷം എല്ലാവരുടെ ലൈഫിലും കുറേ മാറ്റങ്ങളൊക്കെ വന്നു. അപ്പോൾ കൊറോണയ്ക്ക് ശേഷം എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് എൻ്റെ ഫ്രണ്ട് പറയുന്നത്, PSCയിലേക്ക് തിരിഞ്ഞോ, PSC ഏത് ഫീൽഡിൽ കൂടെ പോയാലും നമ്മൾ ലാസ്റ്റ് എത്തുന്നത് PSCയിലായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ PSC തന്നെ നോക്കാമെന്ന് പറഞ്ഞ്, അപ്പോൾ എവിടെ പോകുമെന്നതായിരുന്നു നെക്സ്റ്റത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ മഞ്ചേരി എയ്സിനെ കുറിച്ചാണ്, അങ്ങനെ ഞാൻ യൂട്യൂബിലൊരു വീഡിയോ കാണുമ്പോഴാണ് മഞ്ചേരി എയ്സിനെ കുറിച്ച് അറിയാൻ സാധിച്ചത്. അതുമാത്രമല്ല, എൻ്റെ ഫ്രണ്ട് രതീഷാണ് എന്നെ ഈ ഫീൽഡിലേക്ക് എത്തിച്ചത്, മഞ്ചേരി എയ്സിലേക്ക് എത്തിച്ചത്. അങ്ങനെ ഞാൻ മഞ്ചേരി എയ്സിലേക്ക് വരുന്നു. അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്തു. ബാച്ച് നല്ല ക്ലാസ്സുകളാണ്. ആഴ്ചയിൽ 3 ദിവസം ക്ലാസ് ഉണ്ടാവും, പിന്നെ ഒരു ദിവസം എക്സാം ഉണ്ടാവും. അങ്ങനെ PSCയിലേക്ക് ട്രാക്കിലേക്ക് വരുമ്പോഴാണ് അതിൻ്റെ ശരിയായ സത്യാവസ്ഥ ഞാൻ മനസ്സിലാക്കുന്നത്. സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത എനിക്ക് മാത്സും സയൻസ് എല്ലാം ഭയങ്കര ടഫായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങി. മാത്സിൽ ഒരു ബേസ് ഉണ്ടായിരുന്നില്ല. ഒരു 10 ക്വസ്റ്റ്യൻ എടുക്കുകയാണെങ്കിൽ എനിക്കൊരു 2 ക്വസ്റ്റ്യൻസൊക്കെ 2-3 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കലുള്ളൂ. അപ്പോൾ എങ്ങനെ ഈ മാത്സിനെ ഞാൻ എൻ്റെ കൈപ്പിടിയിൽ ഒതുക്കുമെന്ന് ഭയങ്കര ടെൻഷനായിരുന്നു. മറ്റു കുട്ടികൾ ആ മാത്സ് നന്നായി സ്കോർ ചെയ്യുമ്പോൾ ഞാനൊരു GKയിൽ സ്കോർ ചെയ്തിട്ട് മാത്സിക്ക് സ്കോർ ചെയ്യാൻ കിട്ടാതെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്, മാനസികമായിട്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെയാണ് ഞാൻ മാത്സിന് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തു, ക്ലാസ്സുകൾ കാണാൻ തുടങ്ങി. എയ്സിലെ സാർമാരുടെ സപ്പോർട്ടോടു കൂടി നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഡൗട്ട് ക്ലിയറൻസിന് ഇവിടുത്തെ റിസർച്ച് നല്ല സപ്പോർട്ടീവായിട്ട് നിന്നിട്ടുണ്ട്. പിന്നെ സയൻസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എയ്സിൽ സയൻസിൻ്റെ ബുക്ക്ലെറ്റുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഈ സയൻസിൻ്റെ ബുക്ക്ലെറ്റ് ഒന്ന് വായിച്ച് ഒരു ബേസ് ഉണ്ടാക്കി, പിന്നെ റാങ്ക് ഫയൽ വായിച്ച്, പിന്നെ എയ്സിൻ്റെ ക്ലാസ്സുകൾ കണ്ട്, പിന്നെ ക്ലാസ് നോട്ട്സുകൾ വായിച്ച്, അങ്ങനെ മെല്ലെ കുറേ ടൈം എടുത്തിട്ടാണ് ഈ സയൻസും മാത്സും ഒന്ന് എനിക്ക് പറ്റും എന്നൊരു ലെവലിലേക്ക് എനിക്ക് എത്തിക്കാൻ പറ്റിയിട്ടുള്ളത്. പിന്നെ ഇംഗ്ലീഷിനെ സംബന്ധിച്ച് ഇംഗ്ലീഷിനും കുറേ ടൈം ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കറണ്ട് അഫെയർ കറക്റ്റ് അപ് ടു ഡേറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. പിന്നെ മന്ത്ലി റിവൈസ് ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു ട്രാക്കിൽ പഠിച്ചിട്ടാണ് എനിക്ക് WCPOയിൽ ഈ റാങ്ക് നേടാൻ സാധിച്ചത്. പിന്നെ സ്പെഷ്യൽ ടോപ്പിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 20 മാർക്കായിരുന്നു WCPOയ്ക്ക് സ്പെഷ്യൽ ടോപ്പിക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം ടൈം ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ സ്പെഷ്യൽ ടോപ്പിക്കും മറ്റ് GK പാർട്ടും സയൻസും എല്ലാം കൂടെ സ്കോർ ചെയ്തിട്ടാണ് ഈ 304 റാങ്കിലേക്ക് എനിക്ക് എത്താൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ പുതിയതായിട്ട് വരുന്ന കുട്ടികളോട് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ, നമ്മുടെ കയ്യിലുള്ള സിലബസിനെ വെച്ചിട്ട്, മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ട് വേണം നമ്മൾ പഠിക്കാൻ. കുറേ GK പഠിച്ചിട്ട് നമുക്കൊന്നും കിട്ടാനില്ല. അപ്പോൾ നമ്മൾ ഡെയിലി എല്ലാം പഠിക്കണം. ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, കറണ്ട് അഫെയർസ് എന്നൊക്കെ പറയുന്നത് ശരിക്കും ഒരു റാങ്ക് മേക്കിംഗ് ആണ്. ഒരുപാട് പഠിക്കാനുണ്ടാവും. പക്ഷെ നമ്മളത് റിവൈസ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് കറണ്ട് അഫെയറിലൊക്കെ സ്കോർ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ എല്ലാ സബ്ജക്റ്റിനും അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് വേണം നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുള്ളൂ. എന്നാൽ മാത്രമേ ഓവറോൾ ഒരു റിസൾട്ട് വരുമ്പോൾ നമുക്കതിൻ്റെ മാർക്ക് ലെവലിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. പിന്നെ എന്താ, റിവിഷൻ ഇല്ലാതെ PSCയിൽ ഒന്നുമില്ല. നമ്മൾ കുറേ കാലം മുമ്പ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, ക്വസ്റ്റ്യൻ കണ്ടിട്ട് എനിക്കത് കിട്ടുന്നില്ല. അതിൻ്റെ എല്ലാം ബാക്കിലുള്ളൊരു സത്യം എന്ന് പറഞ്ഞാൽ നമുക്ക് റിവിഷൻ ഇല്ലാണ്ട് തന്നെയാണ്. പിന്നെ പറയാനുള്ളത് SCRT 5 മുതൽ 10 വരെയുള്ള ബുക്സ് മൊത്തം നമ്മൾ കവർ ചെയ്യണം. സയൻസും സോഷ്യലും മാത്സും ഇംഗ്ലീഷും പഠിക്കണം. ഞാൻ ഇംഗ്ലീഷ് അത്ര കാര്യമായിട്ട് നോക്കിയിട്ടില്ല. ബാക്കിയെല്ലാം നമ്മൾ കറക്റ്റായിട്ട് പഠിക്കണം. അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ വരെ പഠിക്കണം എന്നാണ് പറയൽ. അപ്പോൾ അങ്ങനെ പഠിക്കുമ്പോൾ മാത്രമേ നമുക്ക് SCRTയിൽ കറക്റ്റായിട്ടുള്ളൊരു ബേസ് കിട്ടുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള രീതിയിലാണ് ഞാൻ PSCക്ക് വേണ്ടിയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതിലാണ് എനിക്ക് 304 റാങ്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. എയ്സ് എന്നെ അതിന് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എയ്സിലെ ഫാക്കൽറ്റികളും റിസർച്ച് വിങ്ങും ബുക്ക് മെറ്റീരിയലുകളും PTGകളും OMR എക്സാമിനെ കുറിച്ച് പിന്നെ പറയാതിരിക്കാൻ നിവർത്തിയില്ല. ആദ്യമെല്ലാം വരുമ്പോൾ നമ്മൾ നെഗറ്റീവ് മാർക്കിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ PSCയിൽ. നമുക്ക് ഒരെണ്ണം തെറ്റിയാൽ 1.33 മാർക്ക് പോകുന്ന ഒരു സിസ്റ്റം ആണല്ലോ. അതൊന്നും അറിയാണ്ടാണ് നമ്മൾ ഈ PSCക്ക് വരുന്നത്. അപ്പോൾ ഒരുപാട് നെഗറ്റീവ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളുടെ റിസൾട്ട് നമുക്ക് സൈറ്റിൽ കാണാൻ സാധിക്കും. അതിൽ അക്യുറസി, നമ്മളുടെ എത്ര അക്യുറസി ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നെഗറ്റീവ് മാർക്ക് എത്രയാണ്, നമ്മൾ എത്ര സ്കോർ ചെയ്തു, എത്ര പെർസെൻറ്റേജ് മാർക്കുണ്ട്. ഓരോ എക്സാം കഴിയുമ്പോഴും ഓരോ വീക്കിലും നമ്മൾ എത്ര ലെവലിലേക്ക് ഉയർന്നു വരുന്നുണ്ട് അല്ലെങ്കിൽ താഴ്ന്നാണോ വരുന്നത്, അത് നമുക്ക് തന്നെ നമ്മളെ അനലൈസ് ചെയ്യാൻ കഴിയും.
അപ്പോൾ നെക്സ്റ്റ് എക്സാമിൽ നമുക്കത് കുറയ്ക്കാൻ, നെഗറ്റീവ് മാർക്കിംഗ് കുറയ്ക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് വരിക. അങ്ങനെ നെഗറ്റീവ് എക്സാമുകൾ എഴുതി അത് നല്ലൊരു ട്രാക്കിലാവാൻ എന്നെ സഹായിച്ചിട്ടുണ്ട്. എക്സാമിനെ കുറിച്ച് അത്രയും നല്ലൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്, OMR എക്സാമിനെ കുറിച്ച്. പിന്നെ എയ്സിൻ്റെ ബുക്ക്ലെറ്റുകൾ, റീഡിംഗ് ഫെസിലിറ്റി ഗേൾസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബോയ്സിന് ഇവിടെ 24 മണിക്കൂറും റീഡിംഗ് ഉണ്ട്. ഗേൾസിനെ സംബന്ധിച്ച് 8:30 മുതൽ 6 മണി വരെയാണ് ഇവിടുത്തെ റീഡിങ്. ഞാനതിൽ മാക്സിമം യൂസ് ചെയ്യുന്ന ആളാണ്. സൺഡേയ്സ് വരെ റീഡിങ്ങിന് വരുന്ന ഒരാളാണ്. അപ്പം എന്നെക്കൊണ്ട് പറ്റുന്ന മാക്സിമം ടൈം റീഡിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ എയ്സിൽ സ്പെൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ റീഡിംഗ് ഫെസിലിറ്റി എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ രീതിയിലൊക്കെയാണ് ഞാൻ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്.